വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു ഓണം ഷോപ്പിംഗ് റിലേറ്റഡ് ബ്ലോഗാണ്. അപ്പോൾ ഓണം ഷോപ്പിംഗ് എന്ന് പറയുന്നത് മറ്റു വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ജസ്റ്റ് ഓണത്തിന് കൊടുക്കാനുള്ള സെറ്റ് സാരിക്ക് ഒരു ബ്ലൗസ് എടുക്കുക, അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക, അതേ ഉള്ളൂ. സാരിയൊക്കെ ഓൾറെഡി നേരത്തെ എടുത്തു, അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അല്ലാതെ കുറേ ഡ്രസ് ഷോപ്പിംഗ് ഒക്കെ ആയാലും നേരത്തെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ഇതെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം എന്ന് കരുതി. സോ ബാക്കി ഇനി നമുക്ക് ഷോപ്പിൽ ചെയ്തിട്ട് കാണാം. അങ്ങനെ ഞാനും അമ്മയും കൂടെ നമ്മുടെ ബ്ലൗസ് മെറ്റീരിയലൊക്കെ തപ്പി ഫസ്റ്റ് ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ മാനിക്യൂൻസിലൊക്കെ ഫുള്ളി കേരള സാരി മുണ്ടൊക്കെയാണല്ലോ, ഓണമായില്ലേ. അപ്പോൾ ഇപ്പോഴത്തെ തീമൊക്കെ ഫുള്ള് ഞാൻ ഓൺലൈനിലായാലും അല്ലാതെ കടയിലൊക്കെ കാണുന്നത് ഫുൾ ഫ്ലോറൽ പ്രിൻസൊക്കെയാണ്. അപ്പോൾ അമ്മ അതായിരുന്നു പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ 2 സാരി ആയിട്ടാണ് ഞങ്ങൾ പോയത്. അമ്മയുടെ സാരി ഒരു ഓറഞ്ച് ഷെയ്ഡുള്ളത്, അതിനാണെങ്കിൽ ബ്ലൗസ് മെറ്റീരിയൽ ഓൾറെഡി അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ലൈനിങ് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ കറക്റ്റ് കളർ തന്നെ അമ്മ ഉദ്ദേശിച്ച കണക്ക് തന്നെ കിട്ടുകയും ചെയ്തു. ഇല്ലയെന്നുണ്ടെങ്കിൽ അമ്മ അങ്ങനെ എടുക്കത്തില്ല, കറക്റ്റ് ഷെയ്ഡ് നോക്കിയിട്ടേ എല്ലാം എടുക്കത്തുള്ളൂ. പിന്നെ എൻ്റെതൊരു ബ്ലൂ കളർ സാരി ആയിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ ഈ 2 എണ്ണത്തിൽ നിന്ന് ഒരു വലിയ പ്രിൻ്റുള്ള ബ്ലൗസാണ് ആ സാരിക്ക് കുറച്ചുകൂടെ മാച്ചെന്ന് വെച്ച് നോക്കിയപ്പോൾ തോന്നി. അങ്ങനെ അതും എടുത്തു, ഞങ്ങൾ ഇറങ്ങി. ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. കാരണം നമ്മുടെ ജനനായകൻ്റെ റിലീസാണല്ലോ. എനിക്ക് ഫാൻ ഷോയ്ക്ക് പോകാനുണ്ടായിരുന്നു മോർണിംഗ്, നമ്മുടെ FDFS 6 o'clock. പക്ഷേ അതിന് പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്ത ഷോ ബുക്ക് ചെയ്തു. പക്ഷേ എല്ലാ തവണയും വിജയുടെ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് ഫുൾ എക്സൈറ്റ്മെൻറ്റ് മാത്രമായിരിക്കും. പക്ഷേ ഇത്തവണ ഇച്ചിരി വിഷമവും കൂടെ ഉണ്ട്. കാരണം ലാസ്റ്റ് മൂവിയാണല്ലോ, സോ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റും കൂടെ എനിക്കുണ്ട്. പിന്നെ ഈ സിനിമ ആണെങ്കിൽ എത്ര നാൾ കൊണ്ടൊരു 6 മാസത്തിലേറെ ആയിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിപ്പോഴാണ് പറ്റുന്നത്. സോ ഐ എം ഹാപ്പി, എക്സൈറ്റഡ് ആസ് വെൽ ആസ് സാഡ്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇനി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് റിവ്യൂ പറയാം. ഫാനാണ്, എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷേ എന്നിരുന്നാലും ഐ വിൽ സേ മൂവി ഫസ്റ്റ് ഡേ റിലീസാകുന്ന അന്ന് തന്നെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് വർക്കിംഗ് ഡേ തേഴ്സ്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഫ്രീ ആയിരിക്കത്തില്ല വീട്ടിൽ. അപ്പോൾ അമ്മ പറഞ്ഞു സാറ്റർഡേ ആകുമ്പോൾ പോകാം. പക്ഷേ എനിക്ക് അന്ന് തന്നെ കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പിന്നെ അമ്മ എന്നെ അന്ന് തന്നെയും കൊണ്ടുപോയി. തേഴ്സ്ഡേ ഓൾറെഡി ഇറങ്ങി അന്ന് തന്നെ 1 ടൈം കണ്ടിട്ട് ഞാൻ സെക്കൻഡ് ടൈം ഒന്നും കൂടെ കാണാൻ സാറ്റർഡേ പോയായിരുന്നു. അപ്പോൾ ആ തിയേറ്ററിലാണെങ്കിൽ ഫുള്ള് വലിയ വലിയ കട്ടൗട്ട്സും പിന്നെ നല്ല യങ് എനർജറ്റിക് കൊല്ലം നൻപൻസിൻ്റെ ഒക്കെ ഇടയ്ക്കിരുന്നാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡാൻസും ബഹളവും നല്ല രസമുണ്ടായിരുന്നു. വേറൊരു ഫീലായിരുന്നു. ഫസ്റ്റ് ഡേയും ഉണ്ടായിരുന്നു കുറേ പേര്, എന്നിരുന്നാൽ തന്നെ ഇത് വേറൊരു ഫീലായിരുന്നു. അങ്ങനെ സിനിമ കണ്ടു. സിനിമ ഞാൻ പറഞ്ഞിട്ട് പോയ പോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൂവി. പക്ഷേ ലൈക്ക് ഈ സിനിമ കാണുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്കിങ്ങനെ വിഷമം. അത് മൂവിയിലെ സീൻ കണ്ടിട്ടല്ല, പക്ഷേ തിങ്കിങ് ദാറ്റ് ദിസ് ഇസ് ഗോണ ബി ഹിസ് ലാസ്റ്റ് മൂവി, അത് ഭയങ്കരമായിട്ട് വിഷമമായി. പിന്നെ ലാസ്റ്റ് കർട്ടൻ കോൾ അറിയാമല്ലോ, ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ വിജയുടെ എല്ലാ മൂവിയിലെയും പഴയ മൂവിയിലേക്ക്, എല്ലാ മൂവിയിലെന്നല്ല പഴയ മൂവിയിൽ കുറേ മൂവീസിലൊക്കെ കുറേ ഇങ്ങനെ ക്ലിപ്സൊക്കെ കാണിക്കുക. അത് കാണുമ്പോൾ വീണ്ടും വിഷമമാവും. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓർത്തിട്ട് വിഷമമാവും. അയ്യോ ഇത് ലാസ്റ്റ് സിനിമയാണല്ലോ, ഇനി ഏത് സിനിമ കാണും. ഞാനാണെങ്കിൽ പൊതുവെ വിജയുടെ മൂവിക്കാണ് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് വേറെ മൂവീസ് കാണാൻ എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഹീസ് മൈ ഫേവറേറ്റ് ആക്ടർ. സോ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ സിനിമയ്ക്ക് അങ്ങനെ വേറൊരു ആക്ടേഴ്സിൻ്റെ മൂവിന്ന് കാണാൻ അങ്ങനെയൊന്നും വരാറില്ല. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. ഞാൻ ഇപ്പോഴായാലും വെറുതെ ഇരിക്കുമ്പോഴായാലും ടി വിയിലൊക്കെ കാണുന്നത് വിജയുടെ പഴയ തമിഴ് മൂവീസ് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ടിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. സോ അതോർത്തപ്പോൾ ഒരു വിഷമം. ഇനി എന്നാ ഇങ്ങനെ ഒരു സിനിമയൊക്കെ കാണുന്നത്, ഇനി പുള്ളി അഭിനയിക്കില്ലല്ലോ, അതോർത്തപ്പോൾ ഒരു വിഷമം. അല്ലാതെ സിനിമ വാസ് വെരി നൈസ് ഇൻ മൈ ഒപ്പീനിയൻ. പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലെറ്റ് ഹിം ആക്ട് ഇൻ സം അതർ മൂവീസ് അഗൈൻ, അല്ലേ? അങ്ങനെയല്ലേ വിചാരിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ബൈ.
സിനിമ കാണാത്തവർ ജനനായകൻ പോയി കാണുക. നല്ല മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ബൈ. അത്രേ ഉള്ളൂ. ഈ വ്ളോഗ് ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.